ഹായ് എവരിവൺ. ഇന്ന് ലോകത്ത് പല സ്ഥലത്തും വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നാർസിസം എന്നുള്ളത്. പ്രത്യേകിച്ചും നാർസിസം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന ഫെയിലിയേഴ്സും അത് ഉണ്ടാക്കുന്ന കോൺഫ്ലിക്ട്സും ഒക്കെ കാരണം അത് ധാരാളം ഡിസ്കസ് ചെയ്യപ്പെടുന്നു. എന്താണ് നാർസിസത്തിൻ്റെ പിന്നുള്ള ഫോർമേറ്റീവ് ആയിട്ടുള്ള കോസ്? നാർസിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണ്? ഒരു കുട്ടി അതിൻ്റെ കെയർ ഗീവറിൽ നിന്ന് വേണ്ടത്ര കെയർ കിട്ടാതെ വരുമ്പോൾ, അറ്റൻഷൻ കിട്ടാതെ വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു കുട്ടി തീരുമാനിക്കുന്നു, ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഫോർമേഷനെ വേണമെങ്കിൽ നാർസിസ്റ്റിക് സെൽഫ് ഫോർമേഷനിലേക്ക് നീങ്ങാമെന്ന് പറയാൻ സാധിക്കും. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷനാണ്. എന്നാൽ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. കാർൽ യുങ്ങിൻ്റെ ഒരു വാക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ, ഗോഡ് ഹാസ് മെയ്ഡ് ഇൻകൺസീവബിൾ തിങ്സ് ടു പാസ് ബൈ ആൻഡ് സീക്സ് ടു എൻ്റർ ദ ഹാർട്ട് ഓഫ് എ മാൻ ഇൻ ക്യൂരിയസ് വേസ് എന്ന് പറയുന്നു. അതായത് മനുഷ്യൻ്റെ മുമ്പിൽ കൂടെ മനസ്സിലാകാത്ത പല കാര്യങ്ങളും ദൈവം കൊണ്ടുപോകുന്നു, എന്നിട്ട് വളരെ വിചിത്രമായ രീതികളുടെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം പ്രവേശിക്കുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നാർസിസം എന്നുള്ളത് ഒരു ദൈവിക കൽപ്പനയുടെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ ആ ഒരു സൃഷ്ടിയുടെ തന്നെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ആ സൃഷ്ടിയുടെ ഒരു അപര്യാപ്തതയിൽ നിന്നാണ് ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ലിമിറ്റേഷൻ ഇൻ ദ ക്രിയേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട് എന്തുകൊണ്ട് വീടായിട്ട് നിൽക്കുന്നു? കാരണം ആ വീടിന് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ അറിയുകയാണെങ്കിൽ ആ വീടിനൊരിക്കലും ആ വീടായിട്ട് നിലനിൽക്കാൻ സാധിക്കത്തില്ല. അത് റീഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയാണ് മനുഷ്യൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു 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 ബിഹേവിയർ എന്ന് പറയുന്നത്. അവനെ തന്നെ റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതിലൊരു ഘട്ടം വരെ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലും അതിലൊരു റീഡിസൈനിങ്ങിൻ്റെയും ഒരു സമൂഹത്തിനനുസരിച്ചും സിറ്റുവേഷനനുസരിച്ചും പെരുമാറാനും ഒക്കെയുള്ളൊരു പെരുമാറാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ആ മനുഷ്യനുണ്ടാകും. ഇതാണ് ബേസിക്കലി ഒരു നാർസിസ്റ്റിൽ കാണാൻ സാധിക്കാത്തത്. നാർസിസ്റ്റിന് അവൻ്റെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ എന്താണ്, ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഉറവിടം എന്താണ്, ആ സോഴ്സിലേക്ക് എത്താനുള്ള ഒരു വൈഷമ്യമുണ്ട്. അതിനെ നമുക്ക് പല പേരുകളിൽ വിളിക്കാം. അതായത് സോൾ എന്നോ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്നോ ഒക്കെ പറയാം. പക്ഷേ ഈ ഒരു സോഴ്സിലേക്ക് ഒരു നാർസിസ്റ്റിന് എത്താനുള്ള ബുദ്ധിമുട്ടാണ്, അതിനെ ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു പേഴ്സണാലിറ്റി ടൈപ്പിലേക്ക് അവരെ നയിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ ഒരു സ്വത്വം എന്നുള്ളത് ഒരു ഫേമായിട്ടുള്ള സ്റ്റേബിൾ സ്വത്വം അവരിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഒരു സ്വത്വം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു തേർഡ് എൻറ്റിറ്റി, ഇപ്പം സ്വത്വം നമ്മുടെ ശരീരവും മനസ്സുമായിട്ട് കൂടിച്ചേർന്ന ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ അതിനൊരു ഉണ്ടായെങ്കിൽ മാത്രമേ അതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു തേർഡ് എൻറ്റിറ്റിയിൽ നിന്ന് അതിനെ നോക്കാൻ സാധിക്കണം. എന്നാൽ ആ ഒരു തേർഡ് എൻറ്റിറ്റിയാണ് ആക്ച്വലി ഒരു നാർസിസ്റ്റിൽ ലാക്ക് ചെയ്യുന്നത്. അതാണ് അവരൊരു ബോഡി മൈൻഡ് റെഫറൻസ് ഫ്രെയിമിൽ എപ്പോഴും നിൽക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അപര്യാപ്തത മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മേജറായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ സെൽഫ് കോൺസെപ്റ്റിൽ ഒരു ഫേമായിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം തന്നെ ഈ ഒരു എൻറ്റിറ്റിയിൽ, തേർഡ് എൻറ്റിറ്റിയിൽ അവർക്ക് ഒരു ആക്സസ് ലഭിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇമോഷൻസും സെൻസേഷൻസും വഴി ഉണ്ടായിത്തീരുന്നതാണ്. അതിൻ്റെ ഒരു അതിനനുസരിച്ച് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും.
അതുകൊണ്ട് തന്നെ ഫേംസ് കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇമോഷൻസും സെൻസേഷൻസും വെച്ചുകൊണ്ട് അവർ അവരുടെ സ്വത്തം ക്രമീകരിച്ചുകൊണ്ടിരിക്കും. അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുമില്ല. ഈ ഒരു ലിമിറ്റേഷനാണ് ഓരോ നിമിഷവും ഒരു നാർസിസ്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ സൃഷ്ടിയിലുണ്ടായിരിക്കുന്ന ഈ ഒരു ലിമിറ്റേഷൻ. അപ്പം ഈ സൃഷ്ടിയിലുള്ള ലിമിറ്റേഷൻ എന്ന രീതിയിൽ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മനസ്സിലാകും അതൊരു പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത ഒരു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അത് ലോകത്തിൻ്റെ ഒരു പ്രക്രിയയിൽ ഉൾപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന രീതിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ പല ഇൻകൺസിസ്റ്റൻസികൾക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്താനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമുക്കതിനെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു എക്സ്പ്ലനേഷൻ സാധ്യമാകുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.